ഹലോ ഗൈസ്, ചോർ ബസാറിന് 50 റുപ്യ കിട്ടിയ ബനിയന് കാര്യമായിട്ട് മേത്തിച്ചാണ് ചെക്ക് ചെയ്യണ തിരക്കിലാട്ടപ്പോൾ ഞാൻ അത് ഇട്ടാണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും വാങ്ങേണ്ടിയിരുന്നു. ആ എരപ്പ ജാതി പറഞ്ഞോണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവൻക്കാണെങ്കിൽ 100 റുപ്യന്റെ ജീൻസ് വേണേനും ഓന്റെ അണ്ടകട മുഴുവൻ കൊള്ളിക്കാനുള്ള ജീൻസ് ഈ ചോർ ബസാറിൽ ഇല്ല എന്ന് എല്ലാവരും അവനോട് പറഞ്ഞിട്ട് ഓർക്ക് വിശ്വാസം വരുന്നില്ല. ഈ ജാക്കറ്റിന് എത്ര വെച്ചപ്പോൾ 1600 എന്നിട്ട് ആദ്യം പറഞ്ഞു. അങ്ങനെ 200 കിട്ടണ വരെ ഞാൻ ഈ പാടത്തൊക്കെ ഇറങ്ങിയാൽ അട്ട ഒട്ടണമാതിരി ഓന്റെ വൈത്തല അവിടെ നിന്ന് വെറുപ്പിച്ച് അവസാനം ഈ സാധനം എനിക്ക് 200 തന്നാണ്ട് എന്നോട് പറഞ്ഞു, അന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ തുപ്പു ഞാൻ തൂറി എറിയെന്നൊക്കെ പറഞ്ഞാണ്ട് പായിപ്പിച്ച്. ബാർഗൈനിങ് നമ്മളെ മെയിൻ സ്കില്ലായതുകൊണ്ട് ഈ ഷൂ ഞാൻ കുറെ നേരം ഇട്ടാണ്ട് ചാടി കളിച്ച്. പിന്നെ അവനോട് വാങ്ങണമാതിരി പ്രൈസ് എത്ര വെച്ചിട്ട് അപ്പോൾ അവൻ 1300 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 75 റുപ്യക്ക് തരുമോ വെച്ചപ്പോൾ അവൻ വൈത്തല പാഞ്ഞാണ് തല്ലാൻ വന്നടോ. ഈ 100 റുപ്യന്റെ ഷർട്ട് വെക്കണ ബായിനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നിട്ടാ. അയാളൊന്ന് പുറം ചൊറി അല്ലെങ്കിൽ ഒന്ന് തുമ്മുമ്പോത്തിന് ബായിമാർ 5-6 ഷർട്ടുകളൊക്കെ അടിയിൽ കൂടെ വലിച്ചുകൊണ്ടോണ്. പക്ഷെ നമ്മളെന്തെങ്കിലും ഒരു സാധനം കട്ടുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ പഠിച്ചോ നമ്മളെ പിടിച്ചലിച്ച് വാങ്ങുന്ന ഒരു സംഭവം ഞാൻ പഠിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു മേഖല ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലട്ടാ. ഇപ്പം ഇപ്പോഴും പാന്റ് റെഡി ആകത്തോണ്ട് ഓനെ ഏതോ ഒരു ബായിന്റെ ടൈലർ ഷോപ്പിലൊക്കെ ഉണ്ടാണ് ആ സാധനം വെച്ചാണ്ടൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു പാന്റ് എടുക്കാൻ. ഇയാൾ നോക്കിയാണ് ഈ പാടത്ത് വീണ പൂച്ചന്റെ മാതിരി ഇങ്ങനെ പുതപ്പോണ്ടൊക്കെ മൂടിയാണ്ട് കച്ചവടം ചെയ്യാതിരിക്കണ. എന്തായാലും പേരെ പോയി കിടന്നുറങ്ങിക്കൂടെ. ചോർ ബസാറിൽ ഭയങ്കര തിരക്കായോണ്ട് പുറത്തേക്ക് എങ്ങനെ പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എന്റെ ചെങ്ങായിക്കാണെങ്കിൽ പോണെങ്കിൽ ഒരു പാണ്ടിലോറിക്ക് പോകണ അത്ര സ്ഥലം വേണം. അപ്പൊ ഞാനും എന്റെ ബാക്കിൽ ഈ നബിദിന റാലിക്കൊക്കെ നടക്കണ ഫീൽഡിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നാണ്ട് എങ്ങനെയൊക്കെ പുറത്തെത്തിട്ടാ.